ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ കുറേ ദിവസമായി ഇങ്ങനെ ഓൺ വോയിസിൽ വീഡിയോ ചെയ്തിട്ട്, അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചിട്ട് പോവുകയെന്ന്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് നമ്മളെ വീടിൻ്റെ ബാക്കിലേക്കാണ്. ഓനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഓൻ്റെ അച്ഛൻ പണി കഴിഞ്ഞിട്ട് വണ്ടി എടുത്തിട്ട് വരുന്നതാണ്. ഓന് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. ഈ വണ്ടി മാത്രമല്ല, എല്ലാ വണ്ടിയും ഭയങ്കര ഇഷ്ടമാണ്. വണ്ടി മുമ്പോട്ടേക്ക് വെക്കാനല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. ആര് വണ്ടിയിൽ പോയാലും ഓൻ കരയും. അറിയുന്നവരായാലും അറിയാത്തവരായാലും വണ്ടിയിൽ പോവാനും വരാനും എല്ലാം ഓന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പോൾ ഓന് എന്തോ കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നത് എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പോവുകയെന്ന്. നമ്മൾ ആരും ചോദിച്ചിട്ട് തരുന്നുണ്ടായിട്ടാ. ഓൻ തന്നെ അതെടുത്തിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് വെക്കണം. നമ്മൾ തരുമോയെന്ന് ചോദിച്ചതിനാണ് ഇത്ര സ്പീഡിൽ ഓടിക്കൊണ്ട് പോകുന്നത്. നീ പിടിക്കണ്ട, നമ്മൾ പിടിക്കാമെന്ന് പറഞ്ഞതിനാണ് ഇത്ര സ്പീഡിൽ പോകുന്നത്. പിന്നെ എനിക്ക് ചെറിയൊരു ജലദോഷം ഉണ്ടായിന്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഇട്ടിട്ടുള്ളത്. പക്ഷെ ഓനെന്നെ മാസ്ക് ഇടാൻ സമ്മതിക്കുന്നേ ഉണ്ടായിട്ടാ. അതിലങ്ങനെ ലോ വെച്ച് വന്നിട്ടുണ്ടായിന്. പിന്നെ ഓന് പശുവിനെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പോവുകയായിരുന്നു ബാക്കിലേക്ക്. നമ്മളെ വീട്ടിൽ പശുവൊന്നുമില്ല, അപ്പുറത്തെ വീട്ടിലത്തെ പശുവിനെയാണ് കാണുന്നത്. ഇതിപ്പം നിർബന്ധമാണ് വൈകുന്നേരം നമുക്ക് പശുവിനെ കാണണമെന്നുള്ളത്. പശുവിനെ കണ്ടാൽ മാത്രം പോരാ, അതിന് പുല്ലെല്ലാം ഇട്ട് കൊടുക്കലാണ് ഇപ്പം വലിയ പണി വേണ്ടത്. ഇങ്ങനെ കാണാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം അതിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ചപ്പോൾ നമ്മൾ അതിനെല്ലാം നോക്കിയിട്ട് വീട്ടിലേക്ക് വന്നു. ഈ വീട്ടിലത്തെ പശുവിനെയാണ് ഇപ്പം കണ്ടത്. നമ്മളെ വീട്ടിൽ പശുവൊന്നുമില്ല. വൈകുന്നേരം ഇപ്പം എപ്പോഴും അതിനെ കാണാൻ പോലാന്ന് ഓൻ്റെ പണി. നമ്മൾ മെല്ലെ വീട്ടിലേക്ക് നടന്നു. പിന്നെ നമ്മളെ വീട് എന്ന് പറയുന്നത് റെയിലിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ വണ്ടി പോകുന്നത് സ്ഥിരം ഒരു കാഴ്ചയാണ്. അപ്പോൾ വലുതായ പിന്നെ ആൾക്ക് വണ്ടി കാണണമെന്ന് എപ്പോഴും നിർബന്ധമാണ്. പോകുന്ന സമയത്ത് നമ്മളോട് എടുക്കാൻ പറയും. ഓൻ ഒറ്റയ്ക്ക് നിന്നാൽ കാണാത്തതുകൊണ്ട് നമ്മളോട് എടുത്തിട്ട് കാണിച്ചു തരാൻ പറയും. അത് ഒരു സൈഡിൽ നിന്ന് മാത്രം നോക്കിയാൽ പോരാ, വീടിൻ്റെ മുമ്പിൽ നിന്നും കാണണം, സൈഡിൽ നിന്നും കാണണം. രണ്ട് സൈഡിലും പോയിട്ട് നോക്കണം. അതിപ്പം ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ വണ്ടിയെല്ലാം നോക്കി നിന്നതിന് ശേഷം നമ്മൾ വീട്ടിലേക്ക് വന്നു. ഇതിപ്പോൾ ഓനൊരു ഷെയ്ക്ക് അടിച്ച് കൊടുക്കാമെന്ന് വെച്ചൊക്കെയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ഇത് കൊടുക്കുന്നത്. നട്ട്സും പഴമൊക്കെ ഇട്ട് പാലൊക്കെ ഒഴിച്ചിട്ടൊരു ഷേക്ക്. കുടിക്കുമോയെന്ന് അറിയില്ല, എങ്ങനെയെങ്കിലും കുടിപ്പിക്കേണ്ടി വരും. ഫുഡെല്ലാം കഴിപ്പിക്കൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ്. അങ്ങനെയെല്ലാം ഫുഡെല്ലാം കഴിച്ചിട്ട് ഓൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയി. ഓന് 3-4 ജോഡി ചെരുപ്പുണ്ടെങ്കിലും ഓൻ്റെ ചെരുപ്പൊന്നും ഇഷ്ടമല്ല. നമ്മൾ ആരെങ്കിലും ചെരുപ്പിട്ട് നടക്കുന്നതാണ് ഓനിഷ്ടം. പിന്നെ ഇതേപോലെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ. ആദ്യം ആൾ ചെരുപ്പിടാണ്ട് പുറത്തൊന്നും ഇറങ്ങലുണ്ടായിട്ടാ. ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പം ഇറങ്ങി പോവും. പിന്നെ ഓന് ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ടെങ്കിലും ഇങ്ങനത്തെ കുപ്പിയെല്ലാം എടുത്തിട്ട് കളിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അതെല്ലാ കുഞ്ഞാളും അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ ഓന് ഞാൻ ഫുഡെല്ലാം കൊടുത്തതിന് ശേഷം കളിക്കാനാക്കിയതിന് ശേഷം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയി, ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചായക്ക് റസ്ക്കും പന്നെല്ലാന്ന് തിന്നാനുണ്ടായിന്. ജലദോഷം ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ആശ്വാസം ഉണ്ടായിന്. മൂക്കടപ്പാണ് കൂടുതലായിട്ടുള്ളത്. തൊണ്ടവേനയും കാര്യമൊന്നും വന്ന് തുടങ്ങിയിട്ടില്ല. എന്നാൽ ആ ചായ എടുക്കുന്ന സമയത്ത് ഒരു സുഖം ഉണ്ടായിന്. അങ്ങനെ കുറച്ച് റസ്ക്കും ചായയെല്ലാം കഴിച്ചു. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന വേറെ ഒന്നല്ല കേട്ടോ, കുട്ടി ചെണ്ട കൊട്ടുന്ന സൗണ്ടാണ്. ആളോട് കൊട്ടണ്ട പറഞ്ഞാൽ കേൾക്കൊന്നുമില്ല. ആ സൗണ്ടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അവനിങ്ങനെ ചെണ്ട കൊട്ടലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മൾ മുമ്പ് ഒരിക്കൽ ഒരു ഉത്സവത്തിന് പോയപ്പോൾ വാങ്ങിയതാണ്. അതിൻ്റെ കോലെല്ലാം എല്ലാം കൊണ്ട് കളഞ്ഞു. എന്നിട്ട് 2 പെൻസിലെടുത്തിട്ട് കൊട്ടുകയെന്ന്. പിന്നെ ഇത് കുറച്ച് കുഞ്ഞിൻ്റെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം വൈകുന്നേരം എപ്പോഴും അലക്കാനുണ്ടാവും. എല്ലാം കൂടെ കൂട്ടി വെച്ചാൽ കുറേ ആവുന്നതുകൊണ്ട് വൈകുന്നേരവും രാവിലെ ആയിട്ട് അങ്ങനെ കുറച്ച് അലക്കിയാൽ നേര്. അങ്ങനെ ഇറക്കിയിട്ട് നമ്മൾ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ അടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഓനും എൻ്റെ വയ്യെ തന്നെ വന്നിട്ടുണ്ടായിന്. പിന്നെ ഓനെന്തെല്ലോ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയെന്ന്. അങ്ങനെ ഓൻ അങ്ങോട്ടേക്ക് പോയിട്ട് എന്തെല്ലോ കളിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിന്. അങ്ങനെ ഞാൻ മുറ്റെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇന്നലെ വീടിൻ്റെ റൂമെല്ലാം നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. അതിനകത്ത് ഫുള്ള് പൊടി പിടിച്ചിട്ടുണ്ടായിന്. അങ്ങനെ പൊടിയെല്ലാം അടിച്ചതിന് പിന്നെയാണ് എനിക്ക് ജലദോഷം വന്നത്. അത്ര വരെ എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടാ. പിന്നെ ഇന്നലെ അലക്കി വെച്ച തുണിയെല്ലാം പുറത്ത് കിടക്കുന്നുണ്ടായിന്. അതെല്ലാം ഒന്ന് എടുത്ത് വെച്ചതിന് ശേഷം കുളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വെച്ചു. കുഞ്ഞകത്തുനിന്ന് കളിക്കുകയെന്ന്. ഓനെ അവിടെ ആക്കിയിട്ടാണ് ഞാൻ ഈ പണിയെല്ലാം എടുക്കുന്നത്. അങ്ങനെ വേഗം അലക്കിയ തുണിയെല്ലാം വിരിച്ചിട്ടിട്ടുണ്ടായിന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചു. കുറേ ദിവസമായി അങ്ങോട്ടേക്ക് പോയിട്ട്. അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം എല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് വരാമെന്ന് വെച്ചിട്ട് പോവുകയെന്ന്. ഫ്രീ ആയ സമയത്ത് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട് തോന്നി. അപ്പോൾ ഒന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിലേക്ക് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ, അധിക ദൂരമൊന്നുമില്ല. നമ്മൾ പോകുമ്പം തന്നെ ഏകദേശം 4:45-5 മണി ആവാനായിട്ടുണ്ടായിന്. ഒരു 6 മണിയാകുമ്പം തിരിച്ചെത്തിയാൽ വേണം. അതുകൊണ്ട് തന്നെ വേഗം നടന്നിട്ട് പോയിട്ടുണ്ടായിന് വീട്ടിലേക്ക്. നമ്മൾ വീട്ടിലേക്ക് എത്തി. വാതിലെല്ലാം അടച്ചിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവും.
ഇതെൻ്റെ ചേച്ചീൻ്റെ മൂത്ത മോനാണ്. ഇവനാണ് റിഹാൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്. ആദ്യം വന്നാട് നല്ല സ്നേഹമൊക്കെ ആയിരിക്കും രണ്ടാൾ. പിന്നെ രണ്ടാളും കുരുത്തക്കേട് കളിക്കാൻ തുടങ്ങും. അവരൊപ്പം അങ്ങനെ തന്നെയാണ്. വന്നപാട് കാണാതെ കാണുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും. അവസാനമാകുമ്പോൾ അടിയും കുരുത്തക്കേടും എല്ലാവർക്കും. പോകാനാകുമ്പോഴേക്കും ഫുള്ള് കുഴപ്പം തന്നെയായിരിക്കും രണ്ടാളും കൂടെ. അമ്മ ഇടിയില്ല, അമ്മ കുടുംബശ്രീക്ക് പോയിട്ടാണുള്ളത്. എൻ്റെ ചേച്ചീൻ്റെ രണ്ടാമത്തെ കുഞ്ഞിയാണ്. ഇതാണ് കേട്ടോ എൻ്റെ അച്ഛൻ. അച്ഛൻ ഇന്ന് ലീവായതുകൊണ്ടാണ് ഞാൻ ഇന്ന് വന്നത്. അല്ലെങ്കിൽ അപ്പോൾ വന്നാൽ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് പറ്റൂല. അമ്മ വന്നിട്ടുണ്ടായിന് പോയിട്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നിന്നു. സമയം ഇപ്പം തന്നെ 6:30-7 മണി ആവാനായിട്ടുണ്ട്. ഇരുട്ടായതുകൊണ്ട് തന്നെ നടന്നിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ചേച്ചി വണ്ടിയിൽ കൊണ്ടാക്കി. ചേച്ചീൻ്റെ മൂത്താളെയും കൂട്ടിയിട്ടുണ്ടായിന്. ഓനും കൂടെ നമ്മളെ വണ്ടിയിൽ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്